യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വലിയ കരുണ ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും പ്രതികൂല അവസ്ഥകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, വചനം അയച്ചുകൊണ്ട് ഞങ്ങൾക്കിന്ന് വിടുതൽ നൽകണമേ. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാ അഗ്നി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ഇന്ന് ശക്തിപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനങ്ങൾ. പൗലോസ് എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി. പൗലോസ് എഫേസോസിലെ സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി. പൗലോസിലൂടെ നടന്ന സുവിശേഷവൽക്കരണം, സുവിശേഷ പ്രഘോഷണം അത് ശക്തമായിരുന്നു. കർത്താവിനെ നിഷേധിച്ചു ജീവിച്ച ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പൗലോസ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം. അവസാനം ക്രിസ്തുവിനെ സ്വന്തമായിട്ട് മാറി. ക്രിസ്തുവിനെ നേരിട്ട് ദർശിച്ച പൗലോസ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു. അനേകം സുവിശേഷ യാത്രകൾ നടത്തി. അനേക സ്ഥലത്ത് സഭകൾ സ്ഥാപിച്ചു. കൊറിന്തോസിലെ സഭ, എഫെസോസിലെ സഭ, അങ്ങനെ ഓരോ സഭകളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തെ, സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അധ്വാനിച്ച ഏറ്റവും പ്രമുഖനായ അപ്പസ്തോലനാണ് പൗലോസ്. അപ്പസ്തോലനെ എഫേസോസിലേക്ക് അയച്ച് ശ്രേഷ്ഠന്മാരെ വരുത്തി. എന്നിട്ട് അവരോട് ചില കാര്യങ്ങൾ പറയുക. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു? ഇതൊരു ചോദ്യമാണ്. എന്നോട് നിങ്ങളോടുമുള്ളൊരു ചോദ്യമാണ്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ, ഇടവകയിൽ
നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എത്രമാത്രം സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നു, ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നു, ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമായി. ക്രൈസ്തവ സ്നേഹത്തിനും സാഹോദര്യത്തിനും ക്ഷമിക്കുന്ന സ്നേഹത്തിനൊക്കെ നമ്മുടെ സമൂഹ മധ്യത്തിൽ ജീവിത സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ വെടിവെച്ചു വീഴ്ത്തിയ അലി അഗ്ഗ എന്ന വ്യക്തി, മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് അലി അഗ്ഗ. ആ മനുഷ്യനെ ജയിലിൽ കണ്ട് ക്ഷമ കൊടുക്കുന്ന മാർപ്പാപ്പായെ ലോകം മുഴുവൻ കണ്ടു. ജയിലിൽ ചെന്ന് കണ്ട് തന്നെ വെടിവെച്ച അലിക്ക് നിരുപാധികൾ ക്ഷമ കൊടുക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ വലിയൊരു സാക്ഷ്യമുണ്ട്. ലോകത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സഭയുടെ തലവന അദ്ദേഹം സഭ ലോകത്തിന് വേദന ഉണ്ടാക്കിയ എല്ലാ സംഭവങ്ങൾക്കും വേണ്ടി പരിശുദ്ധ പിതാവ് ലോകത്തോട് മുഴുവൻ ക്ഷമ ചോദിച്ചു. ഹല്ലേലൂയ. തീർത്ഥാടകനായ പാപ്പ ലോകത്തിൽ എവിടെ ചെന്നാലും ആദ്യമേ ആ മണ്ണില് ചുംബിക്കും. ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിച്ച്, ദേശങ്ങളെ അനുഗ്രഹിച്ച് അദ്ദേഹം കടന്നുപോയി. സഭയ്ക്ക് വന്ന വീഴ്ചകൾക്ക് പൊതുസമൂഹത്തിൽ നിറകണ്ണുകളോടെ മാപ്പ് ചോദിച്ച പരിശുദ്ധ പിതാവ്. അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. ഇവിടെ അപ്പസ്തോലൻ പറയുക, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്നവര്, ജീവിത സാഹചര്യങ്ങളുള്ളവര്, വ്യത്യസ്ത സ്വഭാവമുള്ളവര്, അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നു. സ്നേഹത്തിന് സാക്ഷ്യമാകുവാൻ നമുക്ക് കഴിയണം, സഹനത്തിന് സാക്ഷ്യമാകാൻ നമുക്ക് കഴിയണം, ക്ഷമിക്കുന്നതിന് നമുക്ക് സാക്ഷ്യമാകുവാനായിട്ട് കഴിയണം. മറ്റു മതസ്ഥരുടെ മുൻപിൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും സാക്ഷ്യം കൊടുക്കുന്നൊരു ജീവിതത്തിലേക്ക് ഓരോ ക്രൈസ്തവനും കടന്നു വരാൻ സാധിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അപ്പോസ്തലൻ പറയുക, ഞാൻ ശുശ്രൂഷ ചെയ്തത് കണ്ണുനീരോടും പൂർണ്ണ വിനയത്തോടും കൂടിയാണ്. യഹൂദർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി, പലതവണ പീഡിപ്പിക്കപ്പെട്ടു, ഒത്തിരിയേറെ ശാരീരിക മാനസിക പീഡനങ്ങൾ അപ്പസ്തോലനായ പൗലോസിന് ഏൽക്കേണ്ടി വന്നു. അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് പൂർണ്ണ വിനയത്തോടെ കണ്ണുനീരോടെ കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഞാൻ വേല ചെയ്തുവെന്ന് അപ്പസ്തോലൻ ആത്മധൈര്യത്തോടെ പറയുക, ആത്മവിശ്വാസത്തോടെ പറയുക. സമൂഹത്തിൽ സാക്ഷ്യം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് സമൂഹത്തിൽ അനേകര് ക്രിസ്തുവിന്, ക്രിസ്തു വിശ്വാസത്തിന്, ക്രിസ്ത്യാനി എന്ന നിലയിൽ മറ്റു മതസ്ഥരുടെ മുമ്പിൽ എതിർസാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ലോകത്തെ നയിക്കുന്ന ഭരണാധികാരികള്, ക്രൈസ്തവര് ക്രിസ്തു സാക്ഷ്യം കൊടുക്കുന്നില്ല. ലോകത്തിലെ അനേകം രാജ്യത്തിൻ്റെ തലവന്മാര് ദൈവത്തെ നിഷേധിക്കുന്ന, വചനത്തെ നിഷേധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു, അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നു, ദയാവധത്തെ സപ്പോർട്ട് ചെയ്യുന്നു, സ്വവർഗ ലൈംഗികതയെ സപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്തവരായിട്ടുള്ള
നേതൃത്വത്തിലുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ വചനത്തെയും ക്രിസ്തുവിൻ്റെ സഭയെയും തള്ളിപ്പറയുന്നവർ, ക്രിസ്തുവിൻ്റെ സഭ നൽകുന്ന ശക്തമായ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവന്റെ മഹത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ ജീവനെ കൊല്ലണം, അതിനുവേണ്ടി പണം മുടക്കുന്നു, വേണ്ടതെല്ലാം ചെയ്യുന്ന എത്രയോ ക്രൈസ്തവ നേതാക്കന്മാരുണ്ട് ലോകമെമ്പാടും. ക്രൈസ്തവ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോക ജനതയെ മുഴുവൻ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ശബ്ദമാണ് ലോകത്തിലുയരുന്ന കരുണയുടെ സ്നേഹത്തിൻ്റെ ശബ്ദമാ സഭയുടെ ശബ്ദം. ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെ ലോകം ഇന്ന് കരുണയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്ന, ഒത്തിരി സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് അഭയാർത്ഥികളോടൊക്കെ ഒത്തിരി കരുണ കാണിക്കാനായിട്ട് നിരന്തരം പറയുന്ന പരിശുദ്ധ പിതാവ്. അഭയാർത്ഥിയായിട്ട് ഔസേപ്പ് മാതാവും ഉണ്ണിയേശുവിനുമായിട്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറണം. എതിർ സാക്ഷ്യം കൊടുക്കാനായിട്ട് പാടില്ല. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയെയും അവഹേളിക്കുന്ന തരത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇന്ന് പല ക്രൈസ്തവർക്കും സഭയെ വിമർശിക്കുന്നത്, വൈദികരെ, സന്യാസത്തെ വിമർശിക്കുന്ന ഒരു ഹരമാണ്. സുവിശേഷ പ്രസംഗകരെ അധിക്ഷേപിക്കുന്നതൊരു ഹരമാണ്. ഇത് ചെയ്തിട്ട് ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. ആര് നമ്മെ അധിക്ഷേപിച്ചാലും നമുക്കൊരു പരാതിയുമില്ല. നിശബ്ദരായിട്ട് സഹിച്ച ക്രിസ്തുവാണ് നമ്മുടെ മുൻപിലെ മാതൃക. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീടുതോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോസ്തലൻ പറയുക, പൊതുസ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, വീടുകൾ കയറിയിറങ്ങി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. വീടുകളിൽ നടന്ന സമ്മേളനങ്ങൾ, പൊതുസ്ഥലത്ത് നടന്ന സമ്മേളനമൊക്കെ, അവിടെയൊക്കെ ശക്തമായിട്ട് പൗലോസ് തൻ്റെ ശുശ്രൂഷ ചെയ്തു. യേശുവിനെ ഉയർത്തി അവൻ്റെ രക്ഷാകര പദ്ധതിയെ ജനങ്ങളെ പഠിപ്പിച്ചു. ഇത്രമാത്രം സുവിശേഷത്തിനു വേണ്ടി ജീവനെ സമർപ്പിച്ച ആ വലിയ അപ്പസ്തോലൻ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ വീണ്ടും തുടരുകയാ. അപ്പസ്തോല പ്രവർത്തനം 20:21 ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. രണ്ട് കാര്യം. മനപരിവർത്തനത്തിന് ഞാൻ സാക്ഷ്യം നൽകി, വിശ്വാസത്തിന് ഞാൻ സാക്ഷ്യം നൽകി. പൗലോസ് വ്യക്തമായിട്ടവിടെ പറയുക, പൊതുസമൂഹത്തില് ഞാൻ രണ്ട് കാര്യത്തിന് സാക്ഷ്യം നൽകി. മനപരിവർത്തനത്തിന് സാക്ഷ്യം നൽകി. എൻ്റെ വിശ്വാസത്തിന്, ക്രിസ്തുള്ള വിശ്വാസത്തിന്, ക്രിസ്തു ഏകരക്ഷകനാണ്, ദൈവമാണെന്ന വിശ്വാസത്തിന് ഞാൻ സമൂഹത്തിൽ സാക്ഷ്യം കൊടുത്തു. ഇത് ഓരോ ക്രൈസ്തവൻ്റെയും വിളിയാണ്. ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളി മാത്രമല്ല, ഈ കാലഘട്ടത്തിന് ഇത് വെല്ലുവിളി കൂടിയാണ്. ഇവിടെ അപ്പസ്തോലൻ ആവശ്യപ്പെടുന്നത് മനപരിവർത്തനമാണ്. മനസ്സിന് പരിവർത്തനം ഉണ്ടാവണം, മനസ്സിന് മാറ്റമുണ്ടാവണം. ഈ ലോകത്തില് നിത്യവും ജീവിക്കാം, മരണമുണ്ടെന്ന് പോലും ചിന്തിക്കാതെ, ജീവിതത്തിനൊരു അന്ത്യമുണ്ടെന്ന് ചിന്തിക്കാതെ,
ആർത്തിയോടെ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യൻ പരക്കം പായുക. കൂടപ്പിറപ്പുകളെ ചവിട്ടുമെതിച്ചുകൊണ്ട്, സ്നേഹിതരെ ചവിട്ടുമെതിച്ചുകൊണ്ട്, ഏത് കാപട്യവും ഏത് വഞ്ചനയും ചെയ്തുകൊണ്ട് മുൻപോട്ടു നീങ്ങാൻ കുതിക്കുന്ന മനുഷ്യൻ. നിന്റെ ജീവിതത്തിനൊരന്ത്യമുണ്ട്. ഹല്ലേലൂയ. ഈ അടുത്ത നാളില് വലിയ സമ്പന്നനായ ഒരു വ്യക്തി കൊറോണ ബാധിച്ചു മരിച്ചു. വലിയ സമ്പന്നനാണ്. അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, അങ്ങനെ പലതും ലോകമെമ്പാടുമുള്ള വലിയൊരു വ്യക്തി കൊറോണ ബാധിച്ചു മരിച്ചു. 50 വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ. എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കി കുതിച്ചു പറഞ്ഞാലും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ മനുഷ്യൻ പലപ്പോഴും പകച്ചു നിൽക്കുകയാണ്. മനപരിവർത്തനം ഉണ്ടാവണം. നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനപരിവർത്തനത്തിലേക്ക് നമ്മളെ ദൈവം വിളിക്കുകയാണ്. പാപത്തിൻ്റെ വഴികൾ, അശുദ്ധിയുടെ വഴികൾ, കാപട്യം നിറഞ്ഞ ജീവിത വഴികൾ, അവിശ്വസ്തയുടെ വഴികളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരണം. മനപരിവർത്തനം സംഭവിക്കണം. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് അതാ സംഭവിക്കേണ്ടത്. എല്ലാവർക്കും, നേതൃത്വത്തിലുള്ളവരും വിശ്വാസികളും എല്ലാവരുടെയും മനപരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊന്നുകൂടി അപ്പസ്തോലൻ പറയുന്നുണ്ട്. യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. യഹൂദന്മാരുടെ ഇടയിൽ ഗ്രീക്കുകാർ, മറ്റു മതസ്ഥർ, അവരുടെ ഇടയിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുത്തു. അപ്പസ്തോലൻ തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. കർത്താവിനെ കണ്ടുമുട്ടിയ അപ്പസ്തോലൻ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തു. എന്നിട്ടോ പീഡനത്തിലൂടെ, സഹനങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടിയുള്ള ഓട്ടമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ, അവസാനം കഴുത്ത് മെട്ടിമുറിച്ചു മാറ്റി മരിക്കുന്നത് വരെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ഓടിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജോലി സ്ഥലത്ത്, എവിടെയും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കണം. പലരും ഇന്ന് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി രക്ഷകനെ തള്ളിപ്പറയുന്നവരാ. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി കർത്താവിനെ ഉപേക്ഷിക്കുന്നവരാ. ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങളൊക്കെ വിട്ട് കർത്താവിലേക്ക് പോകേണ്ടവരാണ് നമ്മളെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ നോമ്പിൻ്റെ വലിയൊരു ചിന്തയാക്കിയത് നമ്മൾ മാറ്റണം. മനപരിവർത്തനം, സാക്ഷ്യം കൊടുക്കുന്ന ജീവിതം. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അപ്പസ്തോലൻ പറയുക, ആത്മാവിനെ നിർബന്ധിക്കുന്നു, ഞാൻ ജെറുസലേമിലേക്ക് പോകുക. അവിടെയും എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കണം. പക്ഷേ അവിടെ എനിക്ക് കാരാഗ്രഹവും പീഡനങ്ങളുമാണ് കാത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് എപ്പോഴും വ്യക്തമാക്കി തരുന്നുണ്ട്. ജെറുസലേമിൽ എനിക്ക് പീഡനങ്ങൾ, കാരാഗ്രഹവാസമാണ് ലഭിക്കാൻ പോകുന്ന ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്നാലും ഞാൻ ജെറുസലേമിലേക്ക് പോകുക. പീഡനങ്ങളാണ് വരുന്നത്, കാരാഗ്രഹമാണ് വരുന്നത്, സഹനങ്ങളാണ് വരുന്നത്, അപമാനമാണ് വരുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും അവിടേക്ക് കടന്നു ചെല്ലുന്ന പൗലോസ്. കാരണം പൗലോസിന്റെ മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ക്രിസ്തു എന്ന ഒരേ ഒരു വ്യക്തിയിൽ മനസ്സും ജീവിതവും കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ച വലിയ വിശുദ്ധൻ
പൗലോസിൻ്റെ ഉള്ളം നിറയെ ക്രിസ്തു മാത്രമായിരുന്നു, രക്ഷകനായ യേശു ക്രിസ്തു മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പീഡനത്തിലേക്ക് കടന്നു ചെല്ലാൻ അപ്പസ്തോലന് ഒരു മടിയുമില്ല. സഹനങ്ങൾക്ക് നിന്നുകൊടുക്കാൻ അപ്പസ്തോലന് ഒരു മടിയുമില്ല. പിടിക്കപ്പെട്ട് മനുഷ്യർ ക്രൂരമായിട്ട് തള്ളിച്ചതയ്ക്കുമ്പോൾ, കല്ലെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ ഒരു പരാതിയുമില്ലാതെ സഹിക്കുന്ന പൗലോസ് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, അത് കുടുംബത്തിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, വരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും മാനസിക പീഡകളും വേദനകളൊക്കെ സന്തോഷത്തോടെ സഹിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടവരാണ് നമ്മൾ. പൗലോസ് നമുക്ക് കാണിച്ചിരുന്ന വലിയ മാതൃകയാണത്. മുൻപിൽ സഹനമാണെന്ന് വ്യക്തമായിട്ടറിയാം, എങ്കിലും ആ സഹനത്തിലേക്ക് നടന്നു പോകുന്ന പൗലോസ്, മുൻപിൽ കാരാഗ്രഹവും പീഡനങ്ങളുമാണെന്ന് വ്യക്തമായിട്ട് ആത്മാവ് മനസ്സിലാക്കി കൊടുത്തിട്ടും, ആത്മാവ് മനസ്സിലാക്കി കൊടുത്തത് അനുസരിച്ച് അത് ഏറ്റുവാങ്ങാനായിട്ട് പോകുന്ന പൗലോസ്, ഇവിടെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന അപ്പസ്തോലനെ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എത്രമാത്രം നമുക്ക് വിധേയപ്പെടാനായിട്ട് സാധിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിർദ്ദേശങ്ങൾ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് മുൻപോട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്? ഇതൊക്കെ ചിന്തിക്കണം, നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട സമയമായത്. ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളെ ഒരുപക്ഷെ പലപ്പോഴും കീഴ്പ്പെടുത്താറുണ്ട്. മനുഷ്യനാണോ, ലോകത്തിൻ്റെ ചിന്തകളൊക്കെ വരും, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. കാരാഗ്രഹത്തിലേക്കും പീഡനങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും കണ്ണുനീരിലേക്കും വേദനകളിലേക്കും കല്ലേറ് വരുമ്പോൾ കല്ലേറിലേക്കുമൊക്കെ നെഞ്ചു വിരിച്ചു പിടിച്ചു നിന്നുകൊണ്ട് സ്വീകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് പൗലോസിലൂടെ നമ്മൾ പഠിക്കുകയാണ്. കല്ലേറ് വരുമ്പോൾ പീഡിപ്പിക്കുന്നവരെന്നൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്തുവാണ് നിന്റെയും രക്ഷകനെന്ന് പറയുന്ന ആ ഒരു മനസ്സ്, ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ നിറവ്, അതാ നമുക്ക് ലഭിക്കേണ്ടത്. ഈ ദിവസങ്ങൾ നമ്മൾ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആ സ്നേഹം ശരിക്കൊന്ന് നുകരുവാൻ നമുക്ക് കഴിയണം. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഒന്ന് അനുഭവിക്കാൻ, അതൊന്ന് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പസ്തോലൻ തുടരുകയാണ്, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ ജെറുസലേമിലേക്ക് പോകും, അവിടെ കാരാഗ്രഹവും പീഡനവും എനിക്കുണ്ടത്, വരാൻ പോകുന്നതാ. പക്ഷെ എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതല്ല. എൻ്റെ ജീവൻ അത് ക്രിസ്തുവിന് വിലപ്പെട്ടത്. കാരണം എൻ്റെ ജീവൻ ഞാൻ ക്രിസ്തുവിന് സമർപ്പിച്ചതാ. എനിക്ക് വേണ്ടി ജീവന്റെ വിലയായിട്ട് ജീവൻ തന്ന ക്രിസ്തുവിന് എന്നെ തന്നെ ഞാൻ കൊടുത്തതാ. എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതല്ല. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോഴാ എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതായിട്ട് മാറുന്നത്. അപ്പോസ്തലൻ തറപ്പിച്ചു പറയുക, എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതല്ല. കാരണം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ. എൻ്റെ ജീവിതം അവന് വേണ്ടി ഞാൻ കൊടുത്തതാ. അവന് വേണ്ടി സഹിക്കാൻ ഞാൻ മനസ്സാ. ഹല്ലേലൂയ. എല്ലാം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച അപ്പസ്തോലൻ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി. എത്ര വലിയ സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് അപ്പസ്തോലനായ പൗലോസ് നയിച്ചത്. തൻ്റെ ഇടത്തോടെ പറയേണ്ടത് പറയുവാൻ ശക്തൻ, സഹിക്കുവാൻ ശക്തൻ. ക്രിസ്തുവിൻ്റെ പാത അതേപടി പിന്തുടർന്ന ആ വലിയ വിശുദ്ധൻ. അദ്ദേഹം പറയുകയാണ്,
എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് വിലപ്പെട്ടതല്ല എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള എൻ്റെ ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോസ്തലൻ പറയുക, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കും. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കുക. വിശ്വസ്തയോടെ ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. കർത്താവ് തെരഞ്ഞെടുത്തന്നെ അവൻ ഏൽപ്പിച്ച ദൗത്യം എന്തു സഹനം വന്നാലും പീഡ വന്നാലും ആരൊക്കെ കല്ലെറിഞ്ഞാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. എൻ്റെ ഓട്ടം ഞാൻ ഓടി പൂർത്തിയാക്കുമെന്ന് ഇവിടെ ധൈര്യത്തോടെ അപ്പോസ്തലൻ പറയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ സുവിശേഷത്തിന് അവസാനം തന്നെ ജീവൻ കൊടുത്ത ആ വലിയ വലിയ വിശുദ്ധനെ നമുക്ക് ഓർക്കാം. സഹനത്തിൻ്റെ വഴികളിലൂടെ ഒത്തിരിയേറെ നടന്നു നീങ്ങി. നമുക്കും ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. പീഡനങ്ങളെ നൊമ്പരങ്ങളെ ഒക്കെ നന്ദി പറയാം. എല്ലായിടത്തും ക്രിസ്ത്യാനി എന്ന നിലയിൽ നല്ല സാക്ഷ്യം കൊടുക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.